ഓ സ്നേഹത്തിൻ്റെ തടവുകാരനായ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധന. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ഒരുപാട് സ്നേഹത്തോടെ എന്നെ ഉറ്റുനോക്കുന്ന എൻ്റെ ദിവ്യകാരുണ്യ ഈശോ, തിരുവോസ്തിരൂപനായി സ്വയം ചെറുതായി എനിക്ക് വേണ്ടി എന്നോടൊപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്നവൻ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ നമ്മോടൊപ്പം കൂടാരമടിച്ചിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ ഈശോയെ ഈ സമയം നമുക്ക് ആരാധിക്കാം, സ്നേഹിക്കാം, മഹത്വപ്പെടുത്താം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നാം പ്രത്യേക വിധം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവരെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അവരിലേക്ക് വലിയ കൃപ ഈ സമയം ഒഴുകി ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് പുസ്തകം 14:7 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. ഓ ദൈവമേ, പുറപ്പാട് പുസ്തകം 34, 29, 30 വാക്യങ്ങൾ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങൾ ഇപ്രകാരം ഓർമ്മിക്കുകയാണ്, ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, ഈ ആരാധനയെ നിങ്ങൾ പങ്കുചേരുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തെ, ഈശോയെ മുഖാഭിമുഖം കാണുവാൻ, അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയിലേക്ക് മാത്രം നോക്കി നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ മൗന നൊമ്പരങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അധ്വാനങ്ങളുമെല്ലാം ഈശോ അറിയുന്നു, കാണുന്നു. ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു കൊണ്ട് എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്ന വലിയൊരു അനുഗ്രഹ ശുശ്രൂഷയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവേശിക്കുന്നത്. കുടുംബത്തെ സ്ഥാപിക്കുകയും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്ത ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രത്യേക വിധം പ്രാർത്ഥിക്കുകയാണ്. ഓരോ മകനും മകളും ഈ സമയം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അടുത്ത് ചേർന്നിരുന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യം അതൊരനുഗ്രഹമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കും. പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, ചുമലിലേറ്റി വഹിക്കുന്ന ഈശോയുടെ സ്നേഹം നരയൊക്കെ ബാധിച്ചിരിക്കുമ്പോഴും ചുക്കിച്ചുളിഞ്ഞ മുഖവും നടന്നു നീങ്ങുവാൻ പറ്റാത്ത കാലുകളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുമൊക്കെയായിട്ടാണ് ഇന്ന് നീ പോകുന്നതെങ്കിൽ ഈശോ ഇന്ന് പറയുകയാണ്, നിന്നെ ഞാൻ ചുമലിൽ വഹിക്കുന്ന സമയമാണിത്. യെശയ്യാ 63:9 വീണ്ടും പ്രവാചകനിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു.
കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. അതെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെല്ലാം കരങ്ങളിൽ നമ്മളെ സംവഹിച്ചു കൊണ്ടെന്ന ഈശോയ്ക്ക് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയെ സ്നേഹിക്കാം. ഇപ്രകാരം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയെ എൻ്റെ ദൈവമേ, ഈശോയെ എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും എല്ലാവരെക്കാളും എന്നേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും എല്ലാവരെക്കാളും എന്നേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹമന്ത്രം നമ്മുടെ സ്വന്തമാകട്ടെ. ഈ അവസ്ഥയിൽ ഈശോയെ ഒരുപാട് നമുക്ക് സ്നേഹിക്കാം. ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി നിന്നെ സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. അതെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിളില് സാക്ഷ്യം വെച്ച് അൾത്താരമേശയ്ക്ക് മുൻപിൽ ബഹുമാനപ്പെട്ട അഭിഷിക്തന്റെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ച കുടുംബജീവിതം ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഭക്ഷിച്ചും സൗഹൃദം പങ്കുവെച്ചും ശ്രവിച്ചും സ്നേഹിച്ചും വിട്ടുകൊടുത്തും ബഹുമാനിച്ചും കരങ്ങൾ കോർത്ത് മുന്നോട്ടു പോയ ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് ഒരുപാട് സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദിയേകി സ്തുതിയേകി നന്മയുടെ ഓർമ്മകളെ നമുക്ക് അനുസ്മരിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. നാവിത് പോരാ നാളിത് പോരാ ആയുസുമിതു പോരാം. നാവിത് പോരാ നാളിത് പോരാ ആയുസുമിതു പോരാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. നാവിത് പോരാ നാളിത് പോരാ ആയുസുമിതു പോരാം. നാവിത് പോരാ നാളിത് പോരാ ആയുസുമിതു പോരാം. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നു. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നു. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. നാവിത് പോരാ നാളിത് പോരാ ആയുസുമിതു പോരാം. നാവിത് പോരാ നാളിത് പോരാ ആയുസുമിതു പോരാം. വലിയ സന്തോഷത്തോടെ നന്ദി മാത്രമേ തിരുമുമ്പിൽ നമുക്ക് ഏകാനുള്ളൂ. നിയമാവർത്തനം 32:10-11 വചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ചു, തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്ത കഴുകനെ പോലെ നിന്നെ വഹിച്ചത് ഞാനാണ്. പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി,
ഒരുപാട് സ്നേഹത്തോടെ ഇന്നീ വിശ്രമ കാലഘട്ടത്തിൽ ഈശോയ്ക്ക് നന്ദിയേകുക. ദൈവം തന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെയായിട്ട് കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന നാളുകൾ, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകളിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുന്നവരുണ്ടാകാം. എങ്കിലും ഈ സമയം അനുഗ്രഹമായി സമ്മാനമായി തന്ന മക്കളെ നമുക്ക് ഈ സമയം പ്രത്യേക വിധം ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരാം. നിങ്ങളുടെ മക്കളൊക്കെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കരങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാം, അല്ലെങ്കിൽ അവരുടെ ശിരസിലൊന്ന് കരങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് ആശ്ലേഷിക്കാം. സങ്കീർത്തനം 127:3 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഓരോ കുഞ്ഞും ഈശോ എനിക്ക് നൽകിയ, നമുക്ക് നൽകിയ സമ്മാനമല്ലേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ? അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് തന്നെ എന്നെ മെനഞ്ഞു. സങ്കീർത്തനം 139:13 ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമാണ് ഓരോ മകനെയും മകളെയും എൻ്റെ കുടുംബത്തിന്, എനിക്ക്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് സമ്മാനമായി നൽകിയതെന്ന് ഓരോ മാതാപിതാക്കളും ഇപ്പോൾ നന്ദിയോടെ ഓർമ്മിക്കട്ടെ. കുഞ്ഞുങ്ങളെ വളർത്തിയതും വലുതാക്കിയതും അവർക്ക് വേണ്ടി അധ്വാനിച്ചതും ഓടി നടന്നതുമൊക്കെയായ അവസ്ഥകളും സാഹചര്യങ്ങളുമുണ്ട്. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നിനക്ക് നന്മ വരും, നീ എന്നും സന്തുഷ്ടനായിരിക്കും. അതെ, നിങ്ങളുടെ അധ്വാനങ്ങൾക്കൊക്കെ അനുസരിച്ച് മക്കളൊക്കെ വളർന്നു വലുതായി ഇന്ന് അവരൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, ജോലി മേഖലകളിലൊക്കെയാണവർ. അടുത്തൊരു തലമുറയെ സ്വപ്നം കണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ മക്കളുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നും പൗരോഹിത്യ ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമൊക്കെ നമ്മുടെ മക്കൾ കടന്നുപോയിട്ടില്ലേ? ഒരുപാട് സ്നേഹത്തോടെ ഈ സമയം പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് നന്ദിയേകുക, നന്ദി പറയാം ഈശോയ്ക്ക്. വിശുദ്ധ ജോൺ പോൾ II പാപ്പ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൽ നിന്നും സന്യാസ ജീവിതത്തിലേക്കോ പൗരോഹിത്യ ജീവിതത്തിലേക്കോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ അവരെ പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ കുടുംബത്തെ ദൈവം സന്ദർശിച്ചു എന്നുള്ളതിന് തെളിവാണത്. അതെ, നമ്മുടെ കുടുംബത്തിൽ നിന്നും ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വന്യവൈദികരെയും സമർപ്പിത ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഒക്കെ ഈശോയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹം ലഭിക്കുവാൻ ഈ സമയം നമ്മൾ പ്രത്യേക വിധം പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിലും അവർ ബലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട മാതാവേ, ഇന്ന് സങ്കടത്തിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ കർത്താവ് നിങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഒത്തിരിയേറെ ശുശ്രൂഷ മേഖലകളുണ്ട്. അതെല്ലാം നമുക്ക് നിറവേറ്റാം. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കണം. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക, അവർക്കായി ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക. സങ്കീർത്തനം 91:16 വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും, എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ
ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി നമുക്ക് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. അടുത്ത തലമുറയെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട നിമിഷങ്ങളുണ്ടെങ്കിൽ, ദുഃഖമേഖലയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഈ സമയം യേശയ്യ 63:9 വചനം നിങ്ങൾക്ക് അഭിഷേകമായിട്ട് തീരട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈ വചനം ഇപ്പോൾ നേറ്റുചൊല്ലി പ്രാർത്ഥിക്കുക, പ്രഖ്യാപിക്കുക. എൻ്റെ ഈശോ എൻ്റെ കഷ്ടതകളും വേദനയിലും എന്നെ ചേർത്ത് നിർത്തും. കരുണ കാണിക്കുന്ന ഈശോയാണ് എൻ്റെ ഈശോ. യേശയ്യ 63:9 വചനം നമുക്ക് ആവർത്തിക്കാം. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ സമയം നമ്മൾ പ്രത്യേക വിധം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളിലേക്കും തമ്പുരാന്റെ കൃപയും കരുണയും എല്ലാം ചൊരിയപ്പെടാൻ പോകുന്ന നിമിഷമാണിത്. മക്കൾ നോക്കാത്തവരും വിദേശത്തായിരിക്കുന്നവരും ഒക്കെയുണ്ട്. ഓരോ മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓ പരമപരിശുദ്ധനായ ദൈവമേ, ജോബ് 5:24 നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. ഈ അഭിഷേക വചനത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ പഠന മേഖലകള്, ജോലി മേഖലകള് എല്ലാറ്റിനെയും സമർപ്പിച്ചുകൊണ്ട് വലിയ കൃപ ചൊരിയണമേ എന്ന് ഈ സമയം നമുക്ക് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധമായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഓ ഈശോയെ, കുടുംബത്തിന് മുഴുവൻ സംരക്ഷണമേകി 2 സാമുവേൽ 7:29 അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥകള്, മക്കളുടെ മദ്യപാനങ്ങള്, ദുർനടപ്പുകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, കഷ്ടപ്പാടുകള്, മക്കള് വിദൂരത്തായിരിക്കുന്ന അവസ്ഥകൾ, ഇന്ന് കുടുംബത്തിൽ ഏകാന്തതയിലായിരിക്കാം ഒരുപക്ഷെ ഞാൻ. നിന്റെ അവസ്ഥയിൽ നിന്റെ നെടുവീർപ്പുകളും ഹൃദയത്തിന്റെ ആകുലതകളും നിന്റെ കണ്ണുനീരുകളും എല്ലാം ഈശോ കാണുന്നു. ഒന്ന് ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകാം, രാത്രിയിലൊക്കെ തനിയായിരിക്കുന്ന അവസ്ഥകളുണ്ടാകാം, രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാകാം, മരുന്ന് വാങ്ങിത്തരാൻ ആരുമില്ലാത്ത അവസ്ഥകളുണ്ടാകാം. ഈശോയെ, ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഈ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ പിതാവിന്റെയും മാതാവിന്റെയും അടുത്ത്, ഓ ഈശോയെ, ഈ സമയം അങ്ങ് കടന്നു ചെല്ലണമേ. ദിവ്യമായൊരു സ്പർശനവും സൗഖ്യവും അവർക്ക് കൊടുക്കണമേ. അവരുടെ മൗന നൊമ്പരങ്ങളെ നീ കാണണമേ. മക്കളൊക്കെ
പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബത്തിൽ നിന്നും അകന്നു കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് ഈശോയെ, ഒരു മൗന നൊമ്പരം അവിടെയുണ്ട്. ഇഷ്ടക്കേടുകളുണ്ട്, ശത്രുതകളുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. എല്ലാറ്റിലും ഈശോയെ നീ മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുള്ളൂ. ഈശോയെ, നീ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഓ അപ്പാ, ഞങ്ങളുടെ അടുത്തേക്ക് നീ കടന്നു വരണമേ. സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടാം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരാകാനാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഹെനോക്കിനെ പോലെയും തോബിത്തിനെ പോലെയും ജോബിനെ പോലെയും ഒക്കെ വിശുദ്ധരാകുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് മൂറിനെ പോലെ ഒരു വിശുദ്ധ ജീവിതം, വിശുദ്ധ ലൂയി മാർട്ടിനെ പോലെയും വിശുദ്ധ സെലീഗൊരിനെ പോലെയും വിശുദ്ധരായിട്ട് നമുക്ക് ജീവിക്കാം. വിശുദ്ധ മോനിക്ക പുണ്യവതിയെ പോലെ വിരിക്കുന്ന കരങ്ങളുമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അമ്മ വിശുദ്ധ മമ്മ മാർഗരറ്റ് മകന് പ്രചോദനം നൽകി. എൻ്റെ മോൻ്റെ ഹൃദയത്തിൽ കർത്താവ് എന്നും എഴുന്നള്ളിയിരിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കുമെന്ന് കർത്താവിനോട് വാഗ്ദാനം ചെയ്യണം. പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, കുടുംബത്തിൽ വിശുദ്ധരായ മാതാപിതാക്കളായി ഈ വാർദ്ധക്യത്തിൽ സഭയ്ക്കൊരനുഗ്രഹമായി, കുടുംബത്തിനൊരനുഗ്രഹമായി, മക്കൾക്കൊരനുഗ്രഹമായി, വെളിച്ചമായി, ഒരു നക്ഷത്രമായി നമ്മുടെ ജീവിതങ്ങൾ തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളൊന്നടച്ച് ദിവികാരുണ്യേശ്വയെ മാത്രമൊന്ന് മനസ്സിൽ കണ്ട് ഒന്ന് മാപ്പിരക്കാം. എൻ്റെ മകനെ, എൻ്റെ മകളെ വേണ്ടതുപോലെ വളർത്താതിരുന്നത്, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നത്, സൗഹൃദ ബന്ധങ്ങളിൽ പിണക്കങ്ങൾ വന്നത്, അവരിലുള്ള ഒരു കുറവ് ഒന്ന് ക്ഷമിക്കാൻ പറ്റാതെ പോയത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയോടൊന്ന് മാപ്പ് ചോദിച്ചേക്കാം. അവരെ സ്നേഹത്തോടെ നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ വീടിൻ്റെ വാതിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറന്നിടാം. നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരെയും ചേർത്തിരുത്താം. അതെ, കാലിത്തൊഴുത്തിൽ തിരുക്കുമാരന് ജന്മമേകിയ അമ്മയെ ഈ സമയം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ സന്തോഷത്തോടെ തൻ്റെ ജീവിതത്തെ നയിച്ച അമ്മ സ്തോത്രഗീതം ആലപിച്ചു. വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച അമ്മ സ്തോത്രമാലപിച്ചു. ഈ വാർദ്ധക്യത്തിൽ വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും എല്ലാം ഈശോ നമ്മെ സഹായിക്കട്ടെ. നിരന്തരം സ്തുതിഗീതം ആലപിക്കുവാൻ, ജീവിതത്തിന്റെ അസാധ്യതകളുടെ മുമ്പിൽ നിന്ന് ദൈവദൂതന്റെ വാക്കുകൾക്ക് മുമ്പിൽ ആമേൻ പറഞ്ഞ അമ്മയെ പോലെ ജീവിതത്തിൽ എപ്പോഴും
ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറട്ടെ എന്ന് പറയുവാൻ ഓ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും സ്തോത്രഗീതം വായിച്ച് ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളൊക്കെ ഒന്ന് എടുത്തു പിടിച്ച് വിശുദ്ധ ബൈബിള് ഈ സമയം ഒരുമിച്ച് ചേർന്ന് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ആശ്വാസവും സ്നേഹവും എല്ലാം നമ്മിലേക്ക് വാരിച്ചൊരിഞ്ഞ് ഒഴുക്കിയ ദിവികാരുണീശോയിലേക്ക് നമുക്ക് നോക്കാം. ഓ ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ, വാർദ്ധക്യത്തിൻ്റെ ഈ അവസ്ഥകള് അത് കൃപയായി അനുഗ്രഹമായിട്ട് തീരുവാൻ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമം വിളിച്ച് ഈ സമയം നമുക്ക് അവിടുത്തെ ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് എൻ്റെ രോഗങ്ങളിലും വേദനകളിലും എല്ലാം ഈശോ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയ ആഗ്രഹത്തോടെ ആവേശത്തോടെ വിളിക്കട്ടെ. യേശുവേ 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 അബപിതാവേ 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 അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തത്താല് ഈ മാതാപിതാക്കളെ കഴുകുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയും ചെയ്യണമേ. ഹബക്കുക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുമേ. പറഞ്ഞാൽ വിശ്വസിക്കാൻ ാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ വചനം ഓരോ പിതാവിനും മാതാവിനും വലിയൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. ഇവരുടെ രോഗങ്ങളിൽ സൗഖ്യമാകട്ടെ. ഇവരുടെ ഏകാന്തതകൾ ഈശോയെ, ദിവികാരുണ്യ ഈശോയെ, ഇവർക്കെല്ലാവർക്കും ഈശോയെ നീ ആശ്വാസമേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി ഈശോയെ, നന്ദി നന്ദി നന്ദി. സ്തുതി സ്തുതി സ്തുതി. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിഭാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗ്ഗത്തിൽ നിന്നാ
സ്വാഗതമാം ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.